ഓക്കെ, നമ്മളിനി നോക്കാൻ പോകുന്നത് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. അപ്പോൾ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ ആദ്യം നമുക്ക് നോക്കാനുള്ളത് salient features of double helix structure of DNA. അപ്പോൾ DNA എന്താണ്? DNA is the genetic material of most of the higher organisms including human beings. അപ്പം മനുഷ്യരെ പോലെയുള്ള ഹയർ ഓർഗാനിസത്തിലുള്ള ജനറ്റിക് മെറ്റീരിയൽ, ജനിതക മെറ്റീരിയൽ ഏതാണ്? അവരിൽ DNA ആണ്. ഓക്കെ, അപ്പോൾ DNA എന്താണെന്ന് നോക്കാം. DNA is made up of two polynucleotide chains where the backbone is constituted by sugar phosphate and the bases project inside. അപ്പോൾ നമുക്ക് ഈ സ്ട്രക്ചർ ഒന്ന് നോക്കാം. See, it consists of two polynucleotide chain. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ബേസ്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രോജനസ് ബേസ്, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു ഷുഗർ, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രോജീനസ് ബേസ്, ഒരു ഷുഗർ. ഓക്കെ, സോ നൈട്രോജീനസ് ബേസ്, ഷുഗറും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ഉള്ളതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ എന്താണ്? രണ്ട് പോളിന്യൂക്ലിയോടൈഡ് ചേരുന്നത്. രണ്ട് പോളിന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു പോളിന്യൂക്ലിയോടൈഡാണ്. അതായത് ഇതൊരു ന്യൂക്ലിയോടൈഡ്, ഇത് അടുത്തത് അങ്ങനെ കുറേ ന്യൂക്ലിയോടൈഡ്സ് ചേരുന്നതാണ് ഒരു പോളിന്യൂക്ലിയോടൈഡ്. അതുപോലെ തന്നെ ഇപ്പുറത്തും കുറേ ന്യൂക്ലിയോടൈഡ്സ് ചേരുന്നതാണ് പോളിന്യൂക്ലിയോടൈഡ്. സോ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ടു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ്. ഓക്കെ, അത് ക്ലിയർ ആണ്. സോ DNA is made up of two polynucleotide chains where the backbone is constituted by sugar, phosphate and the bases project inside. So backbone ഏതാണ്? ഇവിടുത്തെ backbone ഏതാണ്? ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ഷുഗർ, ഇവരാണ് ബാക്ക് ബോൺ. മാത്രമല്ല ബേസസ് എങ്ങനെയാണ്? ബേസസ് അകത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തേക്കുന്നത്. സോ ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ഫോംസ് ഇറ്റ്സ് ബാക്ക് ബോൺ ആൻഡ് ദ ബേസസ് ആർ പ്രൊജക്റ്റിംഗ് ഇൻസൈഡ്. പിന്നെ എന്താണ് പറഞ്ഞത്? The two chains have anti-parallel polarity. It means if one chain has polarity 5', 3', the other has 3', 5'. അതായത് ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ചെയിൻസ് ഉണ്ട്. രണ്ട് ചെയിൻസിനും ഓപ്പോസിറ്റ് പൊളാരിറ്റിയാണ്. ഓപ്പോസിറ്റ് പൊളാരിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചെയിൻ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പൊളാരിറ്റി മീൻസ് എന്താണ്? അത് അറേഞ്ച് ചെയ്തേക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ പറഞ്ഞ രണ്ട് ചെയിൻസ്. അതായത് ആൻറ്റി പാരലൽ പൊളാരിറ്റി എന്ന് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഒരു ചെയിനിനെ നമ്മൾ എന്ത് പറയാം? ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ ദ 5', 3' ഡയറക്ഷൻ. ഒന്നുകൂടെ നോട്ട് ചെയ്യുക. 5', 3' ഡയറക്ഷനിലാണെങ്കിൽ ഇതെന്താണ്? തിരിച്ച് 3', 5' ഡയറക്ഷൻ, 3', 5' ഡയറക്ഷനിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ബോത്ത് ചെയിൻസ് ഹാവ് ആൻറ്റി പാരലൽ പൊളാരിറ്റി. പിന്നെ എന്താണ്? ഇൻ ബേസസ്, the bases in two strands are paired through hydrogen bonds forming base pairs. Adenine always forms two hydrogen bonds with thymine from opposite strand and vice versa. Similarly, guanine is bonded with cytosine with 3 hydrogen bonds. As a result, always a purine comes opposite to a pyrimidine. Okay, this generates approximately uniform distance between the two strands of the helix at 20 angstrom. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ബേസസ് എങ്ങനെയാണ് ലിങ്ക് ചെയ്തേക്കുന്നത്? ഈ പറഞ്ഞ ബേസസ്, നൈട്രോജൻ ബേസസ് ലിങ്ക് ചെയ്തേക്കുന്നത് ഓൾവേസ് ത്രൂ ഹൈഡ്രോജൻ ബോണ്ട്. സോ ദ ബേസസ് ആർ പെയർ ത്രൂ ഹൈഡ്രോജൻ ബോണ്ട്സ്. ഓക്കെ, ഫോമിങ് ബേസ് പെയർസ്. ഒന്ന് നോട്ട് ചെയ്യുക. സോ ഈ പറഞ്ഞ ബേസസ് എങ്ങനെയാണ് ലിങ്ക് ചെയ്തേക്കുന്നത്? അഡിനീനും തൈമീനും ലിങ്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് ഓപ്പോസിറ്റായിട്ട് ഗ്വാനിൻ, സൈറ്റോസിൻ. ഓക്കെ, ഇവരെല്ലാം ലിങ്ക് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്? ഹൈഡ്രോജൻ ബോണ്ട്സ്. ഇതാണ് ഹൈഡ്രോജൻ ബോണ്ട്സ്. അപ്പോൾ ഹൈഡ്രോജൻ ബോണ്ട്സ് ഇട്ടാണ്. ഓക്കെ, അങ്ങനെ ഈ പറഞ്ഞ ഗ്രൂപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ചിരിക്കുന്ന ഹൈഡ്രോജൻ ബോണ്ട്സിലൂടെയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അങ്ങനെ ദേ ഫോം ബേസ് പെയർസ്. അപ്പോൾ ഇങ്ങനെയാണ് ബേസുകളുടെ ഇടയ്ക്ക് പെയർ ഫോം ചെയ്യുന്നത്. സോ ബേസ് പെയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവരുടെ ഇടയ്ക്ക് ഹൈഡ്രോജൻ ബോണ്ട് ഫോം ചെയ്ത് ഉണ്ടാകുന്ന പെയർസാണ് ഈ പറയുന്ന ബേസസിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന പെയറാണ് ബേസ് പെയർസ്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ അഡിനീനും തൈമീൻ്റെ ഇടയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഡബിൾ ബോണ്ടാണ്. ഓൾവേസ് നോട്ട് അഡിനീൻ ആൻഡ് തൈമിൻ ഫോംസ് ഡബിൾ ബോണ്ട്, ബട്ട് ഗ്വാനീൻ ആൻഡ് സൈറ്റോസിൻ ഫോംസ് ട്രിപ്പിൾ ബോണ്ട്. ഒന്ന് നോട്ട് ചെയ്യുക. അഡിനീൻ ആൻഡ് തൈമിൻ ഫോംസ് ഡബിൾ ബോണ്ട്, ഗ്വാനീൻ ആൻഡ് സൈറ്റോസിൻ ഫോംസ് ട്രിപ്പിൾ ബോണ്ട്. ഇത്രയൊന്ന് നോട്ട് ചെയ്യുക. അഡിനീനും തൈമിനും ഗ്വാനിനും സൈറ്റോസിൻ എപ്പോഴും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. എപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, സോ അഡിനീൻ ഞാൻ സിമ്പിൾ ഉപയോഗിച്ചാണ് എഴുതുന്നത്. അഡിനീനെ A കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും, തൈമിനെ T കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും,
സൈറ്റോസിനെ സി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും, ഗ്വാനിനെ ജി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇത്രയും തന്നെയാണ് ഒരു DNA മോളിക്യൂളിലെ ബേസിസ് എന്ന് പറയുന്നത്. സോ DNA മോളിക്യൂളിലെ ബേസിസ് ഏതൊക്കെയാണ്? അഡിനീൻ, തൈമീൻ, സൈറ്റോസിൻ ആൻഡ് ഗ്വാനിൻ. ഓക്കെ, അവരിൽ യുറാസിലല്ല. DNA ലാക്സ് ആർ യുറാസിൽ. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. DNAക്കകത്ത് യുറാസിലില്ല. ഉള്ളി അഡിനീൻ, തൈമീൻ, സൈറ്റോസിൻ ആൻഡ് ഗ്വാനിൻ മാത്രമേ ഉള്ളൂ ഒരു DNA. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഡിനീൻ ഇത് ടോട്ടൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. അഡിനീൻ, തൈമീൻ ഇവരെല്ലാം തന്നെ അഡിനീൻ, ഗ്വാനിൻ ഇവർ തന്നെ എല്ലാം എന്താണ്? ഇവരെ വിളിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, നൈട്രജൻ ബേസസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ്. ഓക്കെ, ഞാൻ ഇപ്പം പറഞ്ഞ പോയിന്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഞാൻ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പറഞ്ഞ നൈട്രജൻ ബേസസിനെ ബേസ്ഡ് അപ്പോൺ ഇറ്റ്സ് സ്ട്രക്ചർ, നമുക്ക് സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? പ്യൂരിൻ, പിരമിഡിൻ. ഒന്നും കൂടെ നോക്കുക, ഒന്നും കൂടെ. നിങ്ങളിപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കിയത് സ്ട്രക്ചറിനെ ബേസ് ചെയ്താണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ പ്യൂരിനും പിരമിഡിനും എന്ന് പറഞ്ഞ് ഈ സ്ട്രക്ചേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, നൈട്രജൻ ബേസിസിൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് വി ക്യാൻ സേ ഇറ്റ് ആസ് സച്ച്. ഓക്കെ, ദെൻ ഇനി നിങ്ങൾ നോക്കിയേ, അഡിനീനും ഗ്വാനിനുമാണ് പ്യൂരിൻ, സൈറ്റോസിൻ, യുറാസിൽ, തൈമീൻ ഇവരെല്ലാം തന്നെ എന്താണ്? പിരമിഡീനാണ്. സോ അത്ര ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, okay, so adenine and guanine is always a purine, cytosine, uracil, thymine is a pyrimidine. അതിനെ നമുക്ക് എങ്ങനെ ഓർക്കാം? പിരമിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ എന്താണ്? അതൊരു എന്താണ്? അതിന് ഒരു 3 കോണർ സ്ട്രക്ചറാണ്, 3 കോണുള്ള സ്ട്രക്ചറാണ്. അപ്പം 3 കോണിൽ ഈ കട്ടിനെ അറേഞ്ച് ചെയ്തെന്ന് ഓർത്താൽ മതി. കട്ട് മീൻസ് 3 കോണിൽ കട്ട് അങ്ങ് ഓർത്താൽ മതി. 3 കോണിൽ കട്ട് മീൻസ് എന്താണ്? സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ. സോ 3 കോണിൽ കട്ട്, സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ. ഓക്കെ, പ്യൂരിൻ ഏതാണ്? അഡിനീൻ, ഗ്വാനിൻ. അങ്ങനെ ഒന്ന് ഓർക്കുക, പ്യൂരിൻ, അഡിനീൻ, ഗ്വാനിൻ. പിരമിഡിൻ എന്താണ്? ഞാൻ പറഞ്ഞ 3 കോൺ. അപ്പോൾ 3 കോൺ മീൻസ് 3 നൈട്രജൻ ബേസ് വരും, അത് കട്ട്. ഓക്കെ, അങ്ങനെ ഒന്ന് ഓർക്കുക. സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ ഇതാണ് പിരമിഡിൻ്റെ സ്ട്രക്ചർ. അതിൽ ഞാൻ പറഞ്ഞു DNA അഡിനീൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, RNA നമ്മൾ നോക്കുകയാണെങ്കിൽ തൈമിൻ്റെ പകരം യുറാസിൽ. പ്ലീസ് ലിസൺ. RNA പകരം തൈമീൻ, RNA തൈമിൻ്റെ പകരം യുറാസിൽ. ഓക്കെ, RNA തൈമിൻ്റെ പകരം യുറാസിൽ. ഇത്രയൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ നമ്മൾ എന്താ പറയാമെന്ന് ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്യൂരിൻ ഇപ്പോൾ ഒരു സൈഡിൽ ഒരു പ്യൂരിൻ ആണെങ്കിൽ മറ്റു സൈഡിൽ ഓട്ടോമാറ്റിക്കലി ഒരു പിരമിഡിനെ വരും. ഓക്കെ, ഒരു ന്യൂക്ലിയോടൈഡ് ചെയിനിൻ്റെ ഒരു സൈഡിൽ പ്യൂരിനാണ് നൈട്രജൻ ബേസ് ആയിട്ട് വരുന്നെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതിനോട് ബോണ്ട് ചെയ്യുന്ന എപ്പോഴും ഒരു പിരമിഡിനായിരിക്കും. ഇവിടെ നോക്കിയാൽ ഇപ്പം ഇപ്പോഴത്തെ സൈഡിൽ പോളിന്യൂക്ലിയോടൈഡ് ചെയിനിൽ ഒരു പ്യൂരിനാണ് വരുന്നെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതിനോട് ബേസ് പെയർ ചെയ്യുന്നത് എപ്പോഴും ഒരു പിരമിഡിനാണ്. ഇവിടെ അതുപോലെ തന്നെ, ഇവിടെ ഒരു പ്യൂരിൻ ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു പിരമിഡിൻ, ഇവിടെ ഒരു പ്യൂരിൻ ആണെങ്കിൽ എപ്പോഴും ഒരു പിരമിഡിൻ. സെയിം ഹിയർ, അതേ കേസ് തന്നെ. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, അഡിനീൻ ഓൾവേസ് പെയർസ് വിത്ത് തൈമീൻ ആൻഡ് ഗ്വാനിൻ വിത്ത് സൈറ്റോസിൻ. ഒരു DNA കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അഡിനീൻ ബേസ് പെയർസ് വിത്ത് തൈമീൻ, ഗ്വാനിൻ വിത്ത് സൈറ്റോസിൻ. ഓക്കെ, അഡിനീൻ വിത്ത് തൈമിൻ, ഗ്വാനിൻ വിത്ത് സൈറ്റോസിൻ. അതിൽ അഡിനീൻ ഓൾവേസ് പെയർസ് യൂസിങ് 2 ഹൈഡ്രജൻ ബോണ്ട്. 2 ഹൈഡ്രജൻ ബോണ്ട് ഉപയോഗിച്ചാണ് അഡിനീൻ ബേസ് പെയർ ചെയ്യുന്നെങ്കിൽ സൈറ്റോസിനും ഗ്വാനിനും 3 ഹൈഡ്രജൻ ബോണ്ട്സ് ഉപയോഗിച്ചാണ്. സോ അഡിനീൻ ഓൾവേസ് 2 ഹൈഡ്രജൻ ബോണ്ട്സ് ആണെങ്കിൽ ഗ്വാനിൻ ബേസ് പെയർ ചെയ്യുന്നത് 3 ഹൈഡ്രജൻ ബോണ്ട്സ് ഉപയോഗിച്ചാണ്. ഒന്ന് മനസ്സിലാക്കിക്കൂടെ. അഡിനീൻ 2 ഹൈഡ്രജൻ ബോണ്ട്സ്, ഗ്വാനിൻ 3 ഹൈഡ്രജൻ ബോണ്ട്സ്. ഇത്ര ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ദെൻ അപ്പം നമുക്ക് എന്ത് പറയാം? ആസ് എ റിസൾട്ട് ഓൾവേസ് എ പ്യൂരിൻ കംസ് ഓപ്പോസിറ്റ് ടു എ പിരമിഡിൻ. സോ ഒരു സ്ട്രാൻഡിൽ പ്യൂരിൻ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പിരമിഡിൻ ആയിരിക്കും, എപ്പോഴും നോട്ട് ചെയ്യുക. സോ ആസ് എ റിസൾട്ട് ഓൾവേസ് എ പിരമിഡിൻ കംസ് ഓപ്പോസിറ്റ് ടു എ പ്യൂരിൻ. അത്ര ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ,
Then this generates approximately uniform distance between the two strands of the helix 20 Armstrong. അപ്പം ഈ രണ്ട് സ്ട്രാൻഡിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? അത് 20 ആംസ്ട്രോങ് ആണെന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, സോ ഈ രണ്ട് സ്ട്രാൻഡ്സിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഈസ് 20 ആംസ്ട്രോങ്. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു സ്ട്രാൻഡ്സ് ഓഫ് ദി ഹെലിക്സ്. ഇതിനെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്നത് എന്താണ്? DNA ഹെലിക്കൽ സ്ട്രക്ചർ. കാരണം ഒരു ഹെലിക്സ് പോലെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഓക്കെ, ഒരു നമ്മൾ ഓക്കെ നിങ്ങൾ നോക്കി ഇങ്ങനെ ഒരു സ്ട്രക്ചർ, ഇതിനെയാണ് നമ്മൾ ഹെലിക്സ് എന്ന് പറയുന്നത്. ഒരു ഹെലിക്സ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നുണ്ട്. We can say the distance between the two strands is 20 Armstrong. Okay, then the two chains are coiled in a right-handed fashion. The pitch of the helix is 3.4. Okay, so നിങ്ങൾ നോക്കിയേ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് നോക്കിയേ, നമുക്ക് പല ടൈപ്പ് DNA ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് BDNA ആണ് മെയിൻലി പഠിക്കുന്ന സ്ട്രക്ചർ. ഓക്കെ, BDNA ഉണ്ട്, ADNA ഉണ്ട്, ZDNA ഉണ്ട്. പക്ഷെ നമ്മളിവിടെ പഠിക്കുന്ന BDNA ആണ്. അന്ന് ഓർത്തോണം, BDNA ഉണ്ട്, ADNA ഉണ്ട്, ZDNA. നമ്മളിവിടെ പഠിക്കുന്ന BDNA ആണ് മെയിൻലി. ഓക്കെ, അപ്പോൾ ഈ BDNAയുടെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ പറഞ്ഞു ദ ഹെലിക്സ് ഈസ് യൂഷ്വലി ഇൻ എന്താണ് ആ ഹെലിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് റൈറ്റ് ഹാൻഡഡ് ആണ്. നോക്കിയാൽ റൈറ്റ് ഹാൻഡഡ് കണ്ടോ, ഇങ്ങനെ വരുന്നതാണ് റൈറ്റ് ഹാൻഡഡ്. ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ലെഫ്റ്റ് ഹാൻഡഡ് എന്ന് പറഞ്ഞ ഹെലിക്സ്. അതാണ് ഞാൻ പറഞ്ഞത്, ഹെലിക്സ് അങ്ങനത്തെ ടൈപ്പ് ഉണ്ട്. പക്ഷെ നമുക്കിവിടെ പഠിക്കാനുള്ളത് ദ DNA ഹെലിക്സ് ഈസ് റൈറ്റ് ഹാൻഡഡ് നോർമലി ഇൻ നേച്ചർ. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞ പോയിന്റ്, അതൊന്ന് നോട്ട് ചെയ്യാം. സോ ദ ടു ചെയിൻസ് ആർ കോയിൽഡ് ഇൻ എ റൈറ്റ് ഹാൻഡഡ് ഫാഷൻ. ഒന്നും കൂടെ നോട്ട് ചെയ്യാം. ടു ചെയിൻസ് ആർ കോയിൽഡ് ഇൻ എ റൈറ്റ് ഹാൻഡഡ് ഫാഷൻ. എന്താ, ഒന്നിങ്ങോട്ടും ഒന്നിങ്ങോട്ടും, അതാ റൈറ്റ് ഹാൻഡഡ് ഫാഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്നിങ്ങോട്ടും ഒന്നിങ്ങോട്ടും. ഓക്കെ, ആ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, സോ ഇതിനാണ് റൈറ്റ് ഹാൻഡഡ് ഫാഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് പറയുന്നത്? The pitch of the helix is 3.4 nanometer and there are roughly 10 base pairs in each turn. So pitch of the helix എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു ഫുൾ റൗണ്ട് ടേണിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫുൾ ഹെലിക്സിൻ്റെ ഒരു ഫുൾ റൗണ്ട് ടേണിനെയാണ് നമ്മൾ ഫുൾ റൗണ്ട് ടേണിനല്ല, ഫുൾ ടേൺ. ഒരു ഹെലിക്സിൻ്റെ ഫുൾ ടേണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പിച്ച് എന്ന് വിളിക്കുന്നത്. ആ പിച്ചിൻ്റെ ഇടയ്ക്ക് നമ്മൾ നോക്കി ഓൾമോസ്റ്റ് അറൗണ്ട് 10 സ്ട്രാൻഡ്സ് വരുന്നുണ്ട്. നോക്കിയേ, ഇങ്ങനെ എണ്ണി വരുമ്പോൾ ഓൾമോസ്റ്റ് അറൗണ്ട് 10 സ്ട്രാൻഡ്സ്. അപ്പോൾ റഫ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പിച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ഒരു ടേൺ ഓഫ് ദി ഹെലിക്സ് ആണ് ഹെലിക്കൽ പിച്ച് എന്ന് പറയുമ്പോൾ അത് ഓൾമോസ്റ്റ് അറൗണ്ട് 10 ബേസ് പേസ് വരുന്നുണ്ട്. ആ പിച്ച് എത്രയാണ്? 3.4 നാനോമീറ്റർ ആണെന്നൊന്ന് നോട്ട് ചെയ്യുക. 3.4 നാനോമീറ്റർ ആണ് പിച്ച് ഓഫ് ദി ഹെലിക്സ്. ദെൻ കൺസിക്യൂട്ടീവ്ലി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആ ബേസ് പെയർ ഇൻ എ ഹെലിക്സ് ഇസ് അപ്രോക്സിമേറ്റ്ലി 0.34 നാനോമീറ്റർ. അപ്പോൾ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ രണ്ട് സ്ട്രാൻഡ്സിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ്, രണ്ട് നൈട്രജൻ ബേസസിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് നൈട്രജൻ ബേസസ് അല്ലെങ്കിൽ രണ്ട് ബേസ് പെയർസിൻ്റെ ഇടയ്ക്ക് ഇതൊരു ബേസ് പെയർ. ഓക്കെ, ഇത് ഒരു ബേസ് പെയർ മീൻസ് ചിലപ്പോൾ അഡിനീൻ തൈമിൻ ആവാം, ഇത് ഗ്വാനിൻ സൈഡ്, ഇതിവിടെ ഇപ്പം ഡബിൾ ബോണ്ട് വെച്ച് കാണിക്കുന്നുണ്ട്. വി ക്യാൻ സേ ഇറ്റ് ഈസ് ഓൾസോ എന്താണ് അഡിനീൻ തൈമീൻ. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. സോ ഇപ്പം ഈ പറഞ്ഞ ഇതിപ്പോൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇങ്ങനെ വര വെച്ചിട്ടാണ്. മേ ബി ഇറ്റ് ക്യാൻ ബി എ ട്രിപ്പിൾ ബോണ്ട് ഓർ മേ ബി ഇറ്റ് ക്യാൻ ബി എ ഡബിൾ ബോണ്ട്. അതെങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ രണ്ട് DNA ഇടയ്ക്ക് ഇങ്ങനെയാണ് സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വര വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുക, അത് എന്തോ ആയിക്കോട്ടെ. ഓക്കെ, സോ ഇപ്പം ഈ രണ്ട് ബേസ് പേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും 0.34 നാനോമീറ്റർ ആണ് നോട്ട് ചെയ്യുക. ഓക്കെ, 0.34 നാനോമീറ്റർ. ഓക്കെ, ദെൻ ദ പ്ലെയിൻ ഓഫ് വൺ ബേസ് പെയർ സ്റ്റാക്സ് ദ അതർ ഇൻ എ ഡബിൾ ഹീലിക്സ്. ദിസ് ഇൻ അഡീഷൻ ടു ഹൈഡ്രജൻ ബോണ്ട് കൺഫേം സ്റ്റെബിലിറ്റി ടു ദി ഹെലിക്കൽ സ്ട്രക്ചർ. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ പ്ലെയിൻ ഓഫ് വൺ ബേസ് പെയർ സ്റ്റാക്സ് ദ അതർ ഇൻ ദി ഡബിൾ ഹീലിക്സ്. അപ്പം ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ബേസ് പെയർ എന്ത് ചെയ്യും? സ്റ്റാക്സ് ദി അതർ. ഓക്കെ, ഒരു ബേസ് പെയർ എന്ത് ചെയ്യും? മറ്റേ ഒന്നിനെയും ഓർഡറിൽ നിലനിർത്താൻ സാധിക്കും. ഓക്കെ, ഒരു ബേസ് പെയർ എന്ത് ചെയ്യും? ഇതേപോലെ എന്ത് ചെയ്യും? ഇറ്റ് സ്റ്റാക്സ് ദി അതർ ഇൻ ഡബിൾ ഹീലിക്സ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ നോക്കിയേ, ദ പ്ലെയിൻ ഓഫ് വൺ ബേസ് പെയർ സ്റ്റാക്സ് ഓവർ ദി അതർ ഇൻ എ ഡബിൾ ഹീലിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബേസ് പെയർ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ അതിൻ്റെ അടുത്തത് അങ്ങനെ അടുത്ത്. ഓക്കെ, ഇതെന്ത് ചെയ്യും? ഈ പറഞ്ഞ ഹൈഡ്രജൻ ബോണ്ട്സിന് എന്താണ് ദിസ് ഇൻ അഡീഷൻ ടു ഹൈഡ്രജൻ ബോണ്ട്സ് കൺഫേം സ്റ്റെബിലിറ്റി. അതാണ് ഞാൻ പറഞ്ഞപ്പം ഈ അടുക്കൽ ഈ പറഞ്ഞ ബേസ് പെയർസ് വരുമ്പോൾ മാത്രമല്ല ഹൈഡ്രജൻ ബോണ്ട്സിൻ്റെ കൂടെ ഓൾറെഡിയും കൂടെ വരുമ്പോഴത്തേക്ക് ഇത് ഈ പറഞ്ഞ ഹെലിക്കൽ സ്ട്രക്ചറിന് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കും. ഇതിനകത്ത് പറയുന്നത് ഇത്രയും പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യാം. നമ്മൾ 5 പോയിന്റ്സ് പറഞ്ഞേ ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, സോ ദ സേലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹീലിക്സ് സ്ട്രക്ചർ ഒന്ന് ഓർക്കുക. ഓക്കെ, 5 പോയിന്റ്സ് ആണ് വരുന്നത്. ഇത് 5 പോയിന്റ്സ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ 5 പോയിന്റ്സ് കൃത്യം എഴുതണം.
ഡിപ്പെൻഡിങ് അപ്പോൺ ദ മാർക്ക്. ഈ ഡയഗ്രാം പഠിച്ചാൽ നല്ലതാണ്, നമുക്ക് മൈൻഡിൽ ഓർത്തിരിക്കാൻ. പക്ഷെ അവർ വരയ്ക്കാൻ ചോദിക്കില്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ഓക്കെ, റൈറ്റ്.